വെളുത്തുള്ളി വാങ്ങുമ്പോൾ 2-3 തരം വെളുത്തുള്ളി ഉണ്ടാവും. ഇതൊരു മീഡിയം സൈസാണ്. പിന്നെ ഇപ്പോൾ ഒരു ഇടയ്ക്ക് വലിയൊരു അല്ലിയായിട്ട് കിട്ടും. അത് നമുക്ക് വേഗം നന്നാക്കി എടുക്കാൻ പറ്റും. പിന്നെ വളരെ ചെറുത്, ആ വലിയ വെളുത്തുള്ളിയേക്കാളും നല്ലത് ഈ 2 സൈസ് വെളുത്തുള്ളിയാണ്. ഈ മീഡിയം സൈസ് നമുക്ക് ഒരുവിധം വേഗം നന്നാക്കി എടുക്കാനൊക്കെ പറ്റും. പക്ഷേ വളരെ ചെറുതുണ്ട്, അത് നന്നാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് നന്നാക്കാതിരുന്ന് നമ്മുടെ സമയം പോവും, എല്ലാം പോവും. അപ്പോൾ ഇത് നമുക്കൊരു എളുപ്പവഴിയുണ്ട്. ഇതിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കടയും തലയും അത് രണ്ടും മുറിച്ച് അല്ലികളാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മളതൊരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വയ്ക്കുക. ഇത് അച്ചാറുണ്ടാക്കുന്നവരൊക്കെ തലേ ദിവസം ഇട്ട് വയ്ക്കും, എന്നിട്ടാണ് നന്നാക്കുക. ഇതിപ്പോൾ 3 മണിക്കൂറായിട്ടുള്ളൂ. ഇതിപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ കയ്യിലിട്ടൊന്ന് നല്ല പോലെ തിരുമ്മി കൊടുക്കുക. അപ്പോൾ പരമാവധി അതിൽ നിന്ന് പോവും. അങ്ങനെ കുറച്ച് നേരം ഇത് കയ്യിലിട്ട് തിരുമ്പിയാൽ അത് ഒരുവിധമൊക്കെ പോയി കിട്ടും കേട്ടോ. അതുപോലെ ആ മീഡിയം വെളുത്തുള്ളി ഞാനിട്ടതാ. അത് ഇതിൻ്റെ തലയും കടയും അരിഞ്ഞു കഴിഞ്ഞാൽ വേഗം അതിൻ്റെ തോല് എടുക്കാൻ കിട്ടും. നമ്മൾ പച്ച വെളുത്തുള്ളി തോട് കളയുന്ന പോലെയല്ല, എളുപ്പമായിട്ട് കിട്ടും. മുഴുവനും വെളുത്തുള്ളിയുടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരള്ളൊരു കല്ല് അതും ഇട്ടിട്ട് നമ്മൾ കൈകൊണ്ട് അമർത്തി ഉരച്ചാൽ മതി. ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാതും പോയി കിട്ടും. ഇനി അതിൻ്റെ തോലൊക്കെ എടുത്ത് പൊന്തി കിടക്കുന്നതൊക്കെ എടുത്ത് മാറ്റിക്കളയുക. അപ്പോൾ നല്ല വെളുത്തുള്ളി ആയിട്ട് കിട്ടിയിട്ടുണ്ട്, എല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. ഇനി പോവാത്തതുണ്ടെങ്കിൽ അങ്ങനെ കൈകൊണ്ട് ഞെരടി കഴിഞ്ഞാൽ അതൊക്കെ പോയി കിട്ടും. ഇറച്ചിയിലേക്കും ഉപ്പേരി കൂട്ടാനും രസത്തിനും ഒക്കെ നമുക്ക് അത്യാവശ്യമുള്ള സാധനം ഈ വെളുത്തുള്ളി. പിന്നെ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇറച്ചിയൊക്കെ വയ്ക്കുമ്പോൾ ഗ്രേവിയിൽ ചേർക്കാനൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് പേസ്റ്റ് ഉണ്ടാക്കി വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ നാളിരുന്നോളും. അപ്പോൾ ഇഞ്ചിയും നന്നാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് രണ്ടും കൂടി കഴുകി മിക്സിയിലടിക്കാം. വലിയ ഇഞ്ചി ആകുമ്പോൾ നമ്മൾ അതിനൊന്ന് ചെറുതാക്കി നുറുക്കിയിട്ട് വേണം മിക്സിയിലിടാനായിട്ട്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് കടയിൽ നിന്നൊക്കെ മേടിക്കില്ലേ, അപ്പോൾ അത് മേടിക്കണ്ട. അപ്പോൾ അത് മിക്സിയിലൊക്കെ അരച്ച് കഴിഞ്ഞു, നല്ല പേസ്റ്റായിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞ് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ആരും കളയൊന്നും വേണ്ട, ഇതേപോലെ ട്രൈ ചെയ്യുക.